ആഗ്രഹങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വലിയ വലിയ ആഗ്രഹങ്ങളല്ല, തീർച്ചയായിട്ടും ഞാൻ ചെയ്യേണ്ട കുറേ കടമകളാണ് എൻ്റെ ആഗ്രഹങ്ങളായിട്ട് എനിക്ക് പറയാനുള്ളത്. ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നമുക്ക് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ്. അപ്പം അച്ഛൻ ഒപ്പമില്ല, അച്ഛൻ മരിച്ചിട്ടിപ്പം വർഷങ്ങളാകുന്നു. അച്ഛനാ വിളിക്കാറ്. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുക. അപ്പം അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് തന്നെയാണ് എനിക്ക് ട്യൂഷൻ സെൻ്ററിലൊക്കെ അക്ഷയയിലൊക്കെ പഠിപ്പിക്കാൻ പോകാനുള്ള അവസരം കിട്ടിയത്. അപ്പോൾ ആ സമയത്തൊക്കെ എന്തായാലും ഒരു 10 രൂപ എങ്കിലും എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് എനിക്ക് ചിലവാക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു സന്തോഷമുണ്ട്. എൻ്റെ അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ ചെയ്ത ബിസിനസ് വെച്ചിട്ട് ഒരുപാട് സമ്പാദിക്കാൻ പറ്റിയ ഒരു കാര്യമായിരുന്നു. പക്ഷേ എല്ലാവരെയും സഹായിക്കുക എന്നുള്ളതാണ് എൻ്റെ അച്ഛൻ്റെ ഒരു മനസ്സ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി. ആദ്യമേ നാട്ടുകാരും പിന്നീട് കുടുംബകാര്യം, ഈ ഒരു മനസ്സായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടെല്ലാം നല്ല കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്തു തരും. പക്ഷേ ഒരു സമയമാകുമ്പോഴത്തേക്കും എല്ലാം മാറി മറിയുമല്ലോ. അതാണല്ലോ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ ആണ് ഞങ്ങളുടെയും ജീവിതം പൊയ്ക്കൊണ്ടിരുന്നത്. അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ 7 മക്കളാണ്. അപ്പം അതിലൊരാളാണ് അമ്മ. 2 ആണുങ്ങളും ബാക്കിയുള്ളവർ പെണ്ണുങ്ങളുമാണ്. പഴയ ഒരു ഫാമിലി അങ്ങനെയാണല്ലോ, കൂടുതൽ അംഗങ്ങൾ കാണും. പക്ഷെ ഇപ്പോൾ വന്ന് ഒരാൾ എന്ന രീതിയിലാണ്. പക്ഷെ അമ്മ എപ്പോഴും എൻ്റെ കൂടപ്പിറപ്പുകൾ ഇങ്ങനെ പറയുള്ളൂ. എൻ്റെ കൂടപ്പിറപ്പുണ്ടായിട്ടാണ് ഇങ്ങനെയൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് അമ്മയ്ക്ക്. ഇപ്പം ഞാൻ മനു എന്നതുപോലെയൊക്കെ തന്നെ അതിലും നല്ല ഇത് വേണമെങ്കിൽ കുറച്ചുകൂടെ ഉണ്ടോയെന്ന് എനിക്ക് സംശയം തോന്നും ചില സമയത്ത്. അതുപോലെ ഒരു ബന്ധമാണ്. അതുപോലെ തന്നെ അമ്മയുടെ ആങ്ങളുടെ മക്കളെന്ന് പറയുമ്പോൾ അതുപോലെ സ്നേഹമാണ്. അപ്പം ഒരാങ്ങളയ്ക്കൊരു മോളാണ്. അപ്പം മോളെ ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക്. കാരണം ആ ഒരു പെങ്കൊച്ചേ ഉള്ളു ഈ ആങ്ങളമാർക്ക് 2 പേർക്കൂടെ. അപ്പം ഞാൻ അമ്മയോട് പറയുന്നത് അമ്മയുടെ മോള് എന്നേ ഞാൻ പറയുകയുള്ളൂ. പറയാം, നിനക്കത് മനസ്സിലാവും, നിനക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ മനസ്സിലാവും എന്ന് പറയും. അപ്പം ശരിയാണ്, ആങ്ങളുടെ മക്കളോട് നമുക്കൊരു പ്രത്യേക സ്നേഹമാണല്ലേ. എനിക്കും അങ്ങനെ തന്നെയാണ്. അങ്ങനെ അപ്പോൾ അമ്മ നമുക്കിപ്പം തൊഴിലുറപ്പ് എന്നുള്ള ജോലി ഉണ്ടല്ലോ. ഞാനും ഒരു കാലത്ത് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു തൊഴിലുറപ്പ് എന്ന ഒരു പദ്ധതി തുടങ്ങിയ സമയത്ത് ഞാനും ഇങ്ങനെ കരുതിയിരുന്നു, നമുക്കും അപ്പം ഇത്ര തൊഴിലുറപ്പ് ദിനങ്ങളുണ്ട്, അപ്പം ശമ്പളം കിട്ടും എന്നുള്ള രീതിയിൽ ഞാനും ഇങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. അങ്ങനെ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ പേര് ആ ബുക്കിലുണ്ട്. പക്ഷേ ഇന്ന ജോലികളാണെന്ന് അറിഞ്ഞപ്പോൾ ചെയ്യാനുള്ളൊരു മടി, അതിനോടുള്ള ഒരു താല്പര്യക്കുറവല്ല. പക്ഷേ അപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ജോലികൾ എൻ്റെ കൂടെ ചെയ്യാൻ കിട്ടി. ട്യൂഷൻ സെൻ്റർ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ, അക്ഷയയും ഉപേക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെയാണ്. അല്ലെങ്കിൽ എനിക്കിപ്പോഴും എനിക്കിഷ്ടമൊക്കെയാണ് തൊഴിലുറപ്പ് പോകുന്നതൊക്കെ. പിന്നെ ഈ സമയമാണ് ബുദ്ധിമുട്ട്. അത് രാവിലെ പോകണം, കുഞ്ഞിൻ്റെ കാര്യം, ആ ഒരു ടൈം, അത് ആ പ്രായത്തിലുള്ളവരുടെ അമ്മമാർ പോകുന്നൊക്കെ ഉണ്ട്. എങ്കിലും നമുക്ക് മറ്റുള്ള ജോലി സാധ്യതകൾ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ അന്നത് രജിസ്റ്റർ ചെയ്തതാണ്. വെച്ചാൽ എപ്പോഴായാലും നമുക്കത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് ഞാനത് പഞ്ചായത്തിൽ പോയി രജിസ്റ്ററൊക്കെ ചെയ്തു. പക്ഷെ പോകാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് വേറെ ജോലികളൊക്കെ ആയി. പിന്നെ അമ്മ പോകുന്നുണ്ട്, ഇപ്പോഴും പോകുന്നുണ്ട്. ഇടയ്ക്ക് എൻ്റെ കുഞ്ഞായപ്പോഴും ഒക്കെ കുറച്ച് നാൾ പോകാതിരുന്നു. അതിനുശേഷം അമ്മ പോകുന്നുണ്ട്. അപ്പോൾ അമ്മ തന്ന ആ തുക കൊണ്ടാണ് എനിക്ക് ഫോൺ വാങ്ങിക്കാൻ പറ്റിയത്. അപ്പം എനിക്കതൊക്കെ ഞാൻ അമ്മയോട് പറയും, കടമാണ്, തിരിച്ചു തരും. അങ്ങനെ കൊടുക്കാൻ കുറേ ഉണ്ട്. അതുകൊണ്ട് അതൊരു കടമായിട്ടൊന്നല്ല, ഒരു ബാധ്യതയായിട്ടൊന്നല്ല. എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യണം പലതും. എൻ്റെ മനസ്സിൽ പലതും ഇങ്ങനെ ഉണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ചില സമയത്തും ഇതുണ്ടായിരുന്നെങ്കിൽ എന്ന് ഇങ്ങനെ ആഗ്രഹിക്കുമല്ലോ. അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് ചില ആഗ്രഹങ്ങളുണ്ടാവാം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അത് എന്നെക്കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ.
അമ്മയ്ക്ക് എന്ത് കാര്യവും എന്നെക്കൊണ്ട് പറ്റുന്നത് ചെയ്യണം. അനിയൻ ചെയ്യുന്നുണ്ട്, അവൻ അതുപോലെ അമ്മയെ നോക്കുന്നൊക്കെയുണ്ട്. പക്ഷേ എനിക്ക് വേണ്ടി അമ്മ ചെയ്തപ്പം ഓരോ കാര്യങ്ങളുണ്ട്. അപ്പം അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കാമെന്ന് വെച്ചാൽ എനിക്കൊരു സമ്പാദ്യമുണ്ട്, അതിൽ നിന്ന് ഒരു എന്തെങ്കിലും ഒന്ന് അമ്മയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ പഠിക്കണം. ഇനിയും എനിക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതൊക്കെ പഠിക്കണം. അതാണ് എൻ്റെ മറ്റൊരാഗ്രഹം. അപ്പം PhD ചെയ്യണം എന്നുള്ള ഒരാഗ്രഹമുണ്ട്. അതിനും കുറച്ച് ചിലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുറച്ച് വർഷങ്ങളെടുക്കും അതിൻ്റെ എക്സാമും കാര്യങ്ങളും. അപ്പം ഒരിടയ്ക്ക് ഞാൻ അതിനെക്കുറിച്ചൊന്ന് ഗഹനമായ ചർച്ചയിൽ ആയിരുന്നു. പിന്നീട് ഞാനത് മാറ്റിവെച്ചു. പക്ഷേ ഒരു ആഗ്രഹമായിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിലത് ഉണ്ട്. അത് ഒരാഗ്രഹമാണ്. പക്ഷേ മറ്റെന്താഗ്രഹത്തിനേക്കാളും എനിക്ക് മുന്നിൽ നിൽക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് എനിക്ക് പലതും ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ നേരത്തെയും ചെറിയ വരുമാനമാണെങ്കിൽ പോലും അതിൽ നിന്ന് അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അമ്മയെന്ന് പറഞ്ഞാൽ ചില കളർ ഇഷ്ടമല്ല, ചില രീതിയിലുള്ളത് ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ ഉള്ള ആളാണ്. അപ്പം എങ്കിലും ഞാൻ കൊടുത്തിട്ടൊന്നും ഇതുവരെ അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. നമുക്കൊരു ടേസ്റ്റ് മനസ്സിലാക്കിയാണ് 100 എണ്ണം കണ്ടിട്ടായിരിക്കും ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അമ്മ പറയുന്നത് അങ്ങ് പ്രായമായി എന്നുള്ള രീതിയിലാണ് അമ്മയുടെ ഒരു ചിന്താഗതി ചില സമയത്ത്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സറിഞ്ഞ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ പഠിത്തം എന്നതിനേക്കാളും അപ്പുറത്ത് എനിക്ക് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യണം. പിന്നെ അമ്മ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു ജീവിതത്തിൽ എൻ്റെ ചുറ്റുപാടുള്ള ബന്ധുക്കളെല്ലാവരും തന്നെ ഓരോ രീതിയിലും സഹായങ്ങൾ ചെയ്തിട്ടുള്ളത്. കാരണം അച്ചാച്ചനില്ലാഞ്ഞ ഒരു സാഹചര്യമുണ്ടല്ലോ. അപ്പം അതൊക്കെ നമുക്ക് കുറേയെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ തിരിച്ച് ചെയ്യണം. അപ്പം എൻ്റെ മാമന്മാർ 2 പേരും ഗൾഫിലായിരുന്നു. കുറേ വർഷങ്ങൾ അവരവിടെ നല്ലപോലെ കഷ്ടപ്പെട്ടതാണ്. അപ്പം എൻ്റെ അമ്മയൊക്കെ വിവാഹം കഴിച്ച് കൊടുക്കുന്ന സമയത്താണെങ്കിലും ഒരു മാമൻ ഗൾഫിലാണ്, മറ്റേ മാമൻ കേരളത്തിന് വെളിയിൽ ഏതോ സ്ഥലത്ത് ജോലി ചെയ്യുകയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം പിന്നീടാണ് ആ മാമൻ ഗൾഫിലേക്ക് പോയത്. അപ്പോൾ അവരൊക്കെ ശരിക്കും അധ്വാനിച്ചിട്ടാണ് എൻ്റെ അമ്മയുടെ വിവാഹമൊക്കെ നടത്തിയത്. ഇപ്പോഴും എനിക്കതുകൊണ്ട് എൻ്റെ മാമന്മാരോട് വല്ലാത്തൊരു സ്നേഹമാണ്. ദുശീലങ്ങളൊന്നുമില്ല, മാമന്മാർ. ഞാൻ എപ്പോഴും മാമിമാരോട് പറയുന്നൊരു കാര്യമാണ്, ഇതുപോലെ 2 മാമന്മാരെ കിട്ടിയതാണ് നിങ്ങളുടെ 2 പേരുടെയും ഭാഗ്യം എന്ന് പറയും. അപ്പം അവർക്കത് ഇഷ്ടപ്പെട്ടില്ല, അവർ കളിയാക്കിക്കൊണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ പറയും. ഞാൻ പറയും എന്തുവാണെന്ന് പറഞ്ഞാൽ എൻ്റെ മാമന്മാർ പാവമാണ് എന്ന് ഞാൻ പറയാറുണ്ട്. എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവർക്കിപ്പോൾ മറ്റു ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് പ്രായം ഉണ്ടല്ലോ. അത് മാത്രമല്ല, ഇനി എന്തിനാണ് അങ്ങനെയൊക്കെ ഇത്രയും നാളും കഷ്ടപ്പെട്ടത് മതി എന്നൊക്കെയാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബന്ധുക്കളിൽ ആരും നരയ്ക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. കാരണം അവരെ ഞാൻ കുഞ്ഞിലെ തൊട്ട് എങ്ങനെയാണ് കാണുന്നത് അതുപോലെ ഇരിക്കണം. അവർക്ക് പ്രായമായി എന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പം വല്ലാത്തൊരു ഫീലാണ്. അതുകൊണ്ട് തലയൊക്കെ നരച്ചാൽ ഞാൻ വഴക്ക് പറയും, എന്തിനാണ് ഇങ്ങനെ നരച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് പറയും. അങ്ങനെ എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. കാരണം അവർ ഓരോരുത്തരും ഞാനൊരിക്കലും അന്നാ വഴി മറക്കരുത് എന്ന് മനസ്സിൽ നല്ല ദൃഢനിശ്ചയം ഉള്ള ഒരാളാണ്. ഒരാളൊരു ചെറിയ ഉപകാരം ചെയ്താൽ പോലും, നമ്മുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും വലുതാണ് എന്നെ സംബന്ധിച്ച്. അപ്പം ഒരു ചെറിയ കാര്യം നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തവർ പോലും അവർക്ക് നമ്മൾക്ക് പറ്റുന്ന എന്തെങ്കിലും ഒന്ന് പ്രത്യുപകാരം എന്നല്ല, എന്തെങ്കിലും ഒന്ന് തിരിച്ച് ചെയ്യാൻ പറ്റിയാൽ അതിലാണ് എൻ്റെ സന്തോഷം. അവരെ ഒന്ന് ചെന്ന് കാണുക, ഒന്ന് സംസാരിക്കുക എന്നൊക്കെ. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിലേക്ക് പോയ സമയത്ത് അമ്മയായിട്ട് എൻ്റെ അച്ഛൻ്റെ 1-2 സ്വന്തക്കാരുടെയൊക്കെ വീടുകളിലൊക്കെ പോയി. അവരൊക്കെ അധികം ഇപ്പം യാത്രയൊന്നും ചെയ്യാത്തവരാണ്. നേരത്തെ അച്ചാച്ചനുള്ളപ്പം അവർ 2 പേരും അച്ചാച്ചൻ്റെ അളിയന്മാരെന്നാണ് പറയുന്നത്. അവർ 2 പേരും മിക്കവാറും എല്ലാ വീടുകളിലും, ഈ 3 വീടുകളിലും വൈകുന്നേരം വരാറുണ്ട്. ഒന്ന് അച്ചാച്ചൻ്റെ അടുത്താണ് കൂടുതൽ സമയം വന്നിരുന്ന് ഒരു കട്ടനൊക്കെ കുടിച്ച് കുറേ നേരം ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അച്ചാച്ചനെ കുറേ വഴക്കൊക്കെ പറയുകയൊക്കെ ചെയ്യും. അച്ചാച്ചൻ ഇച്ചിരി കഴിക്കും,
ഇച്ചിരി സിഗരറ്റൊക്കെ വലിക്കുന്ന ആളാണ്. അപ്പോൾ അതിനൊക്കെ കുറേ വഴക്കൊക്കെ പറഞ്ഞിട്ട് ഒക്കെ പോവും. പക്ഷേ പിന്നീട് എൻ്റെ കുഞ്ഞായി കഴിഞ്ഞിട്ട് അവർക്കൊന്നും ഇത്രയും ദൂരം വന്ന് കാണാനുള്ള സാഹചര്യം ഇല്ല. മോശമാണല്ലോ അങ്ങനെ ചെയ്യുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന പോലും. അപ്പം ഞാൻ ആദ്യമേ തന്നെ കരുതി ഇനിയും പോകുന്ന സമയത്ത് അവരെയൊക്കെ പോയി കാണണം, എൻ്റെ കുഞ്ഞിനെ അവരെയൊക്കെ കൊണ്ടുപോയി കാണിക്കണം. കാരണം എൻ്റെ അച്ഛൻ ഇന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിലും ഒരു പക്ഷേ അവരിലൂടെ എൻ്റെ അച്ഛൻ നേരിട്ട് കാണുന്ന ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ അമ്മയായിട്ട് ഒരു ഓട്ടോയൊക്കെ വിളിച്ച് ഞങ്ങൾ അവരുടെ അടുത്തൊക്കെ പോയി. അവർക്ക് ഭയങ്കര സന്തോഷം. ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണ് അവരെയൊക്കെ ഒന്ന് കാണാൻ പറ്റിയത്. ഇനിയും അങ്ങനെ ഒന്ന് രണ്ടിടത്തൊക്കെ പോകാനും ഇങ്ങനെ മനസ്സിലുണ്ട്. അങ്ങനെ ആ ഒരു മനസ്സ് എനിക്ക് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. കാരണം നമ്മളൊന്നും മറക്കരുതല്ലോ. നമുക്ക് എപ്പോഴും മറ്റുള്ളവർക്കൊരു ഒരു കാണാൻ പോവുക എന്ന് പറയുന്നത് നമുക്കൊരു പ്രായം കഴിഞ്ഞ് നമുക്ക് അധികം യാത്രയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ വീടുകളിൽ തന്നെ ഒതുങ്ങും. അപ്പോൾ ആ സമയത്ത് അവരെ ആരെങ്കിലും കാണാൻ ചെല്ലുക എന്നൊക്കെ പറയുന്നത് അവർക്കും ഭയങ്കര സന്തോഷം. അതിനപ്പുറത്തേക്ക് കുറേ കാര്യങ്ങൾ അവർക്ക് സംസാരിക്കാൻ കാണും. എന്നോട് ചോദിച്ച എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നുള്ളതാണ് ആദ്യം ചോദിച്ചത് അവിടുത്തെ അച്ഛൻ. ഞാൻ കാരണം അച്ചാച്ചനില്ലാഞ്ഞുകൊണ്ട് മനുവിൻ്റെ കല്യാണത്തിനായാലും അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന ഒരാളാണ് ഈ അച്ഛൻ. അപ്പോൾ ആ അച്ഛൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? അപ്പം ഞാൻ പറഞ്ഞത് ഇതാണ് എൻ്റെ ഏറ്റവും വലിയ വിശേഷം, കുഞ്ഞ്. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ നേരം സംസാരിച്ചു. അങ്ങനെ തിരിച്ചു വന്നു. അങ്ങനെ അതൊക്കെ നമുക്ക് അവർക്കും അവരുടെ മുഖത്തങ്ങ് ഉള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ചിരിയും സന്തോഷം. പറഞ്ഞു വന്നതിൽ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് വരേണ്ട എൻ്റെ കടമയാണ്. എൻ്റെ അച്ഛൻ ഇല്ലെങ്കിലും എൻ്റെ അച്ചാച്ചൻ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞേനെ, അവിടെ പോകണമെന്ന് എന്നോട് പറഞ്ഞേനെ. അപ്പോൾ അദ്ദേഹം ഒന്നുമില്ല. അപ്പോൾ ആ മനസ്സെനിക്കറിയാവുന്നത് കൊണ്ട് എനിക്കവിടെ പോകണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു ശരിയാണ്, പോകണം, അമ്മയ്ക്ക് ഹാപ്പി. അങ്ങനെ ഞങ്ങൾ പോയതും. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട്. അങ്ങനെയൊക്കെ ഇനിയും പോകാൻ കുറേ സ്ഥലങ്ങളുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ TTCക്ക് കമ്പ്യൂട്ടർ TTC പഠിച്ചപ്പോൾ എൻ്റെ കൂടെ ഒരു ഫ്രണ്ടുണ്ട്. അവളുടെ 2 കുഞ്ഞുങ്ങളൊക്കെ ആയി. ആ സമയത്ത് ഇങ്ങനെ എൻ്റെ കല്യാണത്തിന് വന്നിട്ട് ഞാൻ അവളുടെ കല്യാണത്തിന് പോയിരുന്നതാണ്. പക്ഷേ പിന്നീട് കുഞ്ഞുങ്ങളെ കാണാനൊന്നും അപ്പം ഫോൺ ചെയ്യും അവൾ ഇടയ്ക്കൊക്കെ. പറയുന്ന പോലെ എന്നെ ഇങ്ങോട്ടാണ് വിളിക്കാറ്. ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങോട്ടും വിളിക്കാറുണ്ട്. അപ്പോൾ അവളുടെ ഫോൺ കംപ്ലൈൻ്റ് ആണെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഫോണിൽ നിന്നാലും വിളിക്കും. എന്നിട്ട് കുറേ നേരം സംസാരിക്കും. അമ്മ വിളിക്കും. ഒരു പ്രാവശ്യം ഞാൻ വീട്ടിലുണ്ടായ സമയത്ത് ഹസ്ബൻഡുമായിട്ട് വീട്ടിൽ വന്നു, കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ അമ്മയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ നന്നായിട്ട് ചപ്പാത്തി ഉണ്ടാക്കുവേ. അപ്പം അതൊക്കെ അവൾക്ക് കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നേ. അങ്ങനെ പറയുമ്പോഴത്തേക്കും ഞാനും ഒരു ചപ്പാത്തിയുടെ ആളാണെന്ന്. നന്നായിട്ട് ചപ്പാത്തി അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നുന്നു, ഉണ്ടാക്കും. അതെ, എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നുമല്ലല്ലോ. അപ്പോൾ അവളുടെ കുഞ്ഞിനെ കാണാനും ഇങ്ങനെ പോകണമെന്നോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ദിവസം ഞാൻ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കൽ ഇങ്ങനെ നാട്ടിൽ പോയപ്പോൾ ഞാൻ മനുവുമായിട്ട് പോയി. അവളോട് പറഞ്ഞില്ല, പറയാതെ പോയിട്ട് കണ്ടു. അപ്പം അവൾക്ക് അത്ഭുതം, അയ്യോ എന്ത്, അങ്ങനെ കുഞ്ഞുങ്ങളെ 2പേരെയും കണ്ട് സന്തോഷമായിട്ട് തിരിച്ചു വന്നു. അങ്ങനെ ഞാൻ ചിലരെയൊക്കെ കാണാൻ ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നടത്തണം എന്നുള്ളതും ആഗ്രഹങ്ങളിൽ പെടുന്നതാണ്. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. ഇനി ആലോചിച്ചാൽ കുറേയൊക്കെ കാണും. പക്ഷെ പ്രധാനമായിട്ട് ഇതൊക്കെയാണ് ആദ്യം എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. ഇതുപോലൊക്കെ ആഗ്രഹങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ കാണും. അങ്ങനെ ഓരോരുത്തരെയും കാണണം, അങ്ങനെ ചെയ്യണം എന്നുള്ളത്. പറ്റുമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ അങ്ങോട്ട് ചെയ്യുക. പിന്നീട് നമ്മൾ ചിലപ്പം നമുക്ക് പലതും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മുടെ സാഹചര്യങ്ങൾ ഇപ്പോൾ വിചാരിച്ച പറ്റും എന്നുണ്ടെങ്കിൽ അങ്ങ് ചെയ്തേക്കുക, പിന്നത്തേക്ക് വെക്കാതിരിക്കുക. എൻ്റെ സാഹചര്യങ്ങൾ ഞാനിങ്ങനെ നോക്കി കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. പറ്റുമ്പോൾ അങ്ങ് ചെയ്യുകയാണ്. അതുപോലെ എല്ലാവരും ചെയ്യട്ടെ. നിങ്ങളുടെ മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടും, എന്തായാലും ഉറപ്പാണ്.